ഈ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ കണ്ട് മറ്റു പാർട്ടികൾ പഠിക്കണം. രാഹുലിന് മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ഒരു ആരോപണം ഉണ്ടായപ്പോൾ അന്ന് തന്നെ സസ്പെൻഡ് ചെയ്തു പാർട്ടി. അതുമാത്രമല്ല, അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെച്ചു. ഇപ്പോൾ അതിനുശേഷം ഒരു പരാതി 2 ദിവസം മുൻപ് KPCC പ്രസിഡന്റ് കൊടുത്തു. ഈ പരാതി പാർട്ടി അന്വേഷിക്കില്ലെന്ന് വെച്ചിട്ടില്ല. നിയമവ്യവസ്ഥയിൽ കേരളത്തിലെ ഇത് അന്വേഷിക്കേണ്ടത് ആരാ? പോലീസാണ്. അപ്പോൾ DGPക്ക് KPCC പ്രസിഡന്റ് അപ്പം തന്നെ കൂടെ കൊടുത്തു. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തിന് പാർട്ടി പുറത്താക്കി. തിരിച്ച് മറ്റു പാർട്ടികൾ ഈ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടി പോലെ അവരുടെ ഇതുപോലെ ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന മുൻ MLA ഉൾപ്പെടെ ധാരാളം ആളുകളുണ്ട്. സ്വാഭാവികം രാഹുലിൻ്റെ ഇത്തരത്തിലുള്ള ഈ പരാതികൾ അതെല്ലാം പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കിയതിൻ്റെ ഓരോ സംഭവം നടക്കുമ്പോൾ അതിനനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ മാതൃക ഇപ്പോൾ കോൺഗ്രസ് എടുത്ത മാതൃക സത്യത്തിൽ മറ്റു പാർട്ടികൾ കൂടി എടുക്കേണ്ടതാണ്. ഇല്ലല്ലോ എല്ലാ സമയത്തിനനുസരിച്ച്. ഞാൻ ചോദിട്ടെ, ഒരു പരാതി KPCC പ്രസിഡന്റ് മിനിഞ്ഞാന്ന് കൊടുത്തപ്പോൾ അന്ന് തന്നെ അദ്ദേഹം DGP കൊടുത്തു. മറ്റു പാർട്ടിക്ക് എന്താ, ഞങ്ങളുടെ പാർട്ടി അന്വേഷിക്കട്ടെ എന്നാ പറയുന്നത്. നിയമവ്യവസ്ഥയിൽ ഞാൻ ഒരു കാര്യം പറയോ, നിയമവ്യവസ്ഥയിൽ അന്വേഷിക്കേണ്ട ആരാ? പാർട്ടിയാണോ? പോലീസല്ലേ? കൊടുത്തല്ലോ. അത് മറ്റൊരു ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പം പാർട്ടി ഇത് കോൺഗ്രസ് ചെയ്ത ഈ നടപടിയാണ് മറ്റു പാർട്ടികൾ മര്യാദയ്ക്ക് ചെയ്യേണ്ടത്. തിരിച്ച് ജയിലിൽ കിടക്കുന്നവനെയും ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ്റെ മുഴുവൻ സ്വർണം കെട്ടവനെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാളേറെ ആരോപണ വിധേയരായിട്ടുള്ള MA ഷൈനാസ് ഉൾപ്പെടെ അവർ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ കുറിച്ചിട്ടുള്ളത് ഈ രാഹുലിനെതിരെ നേരത്തെ തന്നെ പല പരാതികളും മുതിർന്ന നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അന്നൊന്നും കൃത്യമായ ഒരു നടപടി കോൺഗ്രസ് സ്വീകരിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കെല്ലാം ഒരു ഗതി. പരാതി പറഞ്ഞിട്ട് 3-4 മാസം നിങ്ങളുടെ ഈ കേരള ഗവൺമെൻറ് അന്വേഷിക്കുന്ന പോലീസ് പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ആരും കൊടുത്തില്ലല്ലോ. 2 ദിവസം മുമ്പല്ലേ പരാതി കൊടുത്തു. ആ പരാതി അപ്പം തന്നെ നടപടി സ്വീകരിച്ചല്ലോ. നടപടി സ്വീകരിക്കാൻ രണ്ടാമത് വീണ്ടും പരാതി കൊടുത്തപ്പോൾ പോലീസിനെ ഏൽപ്പിച്ചു അന്വേഷിക്കാൻ. ഇതല്ലേ ഒരു പാർട്ടി ചെയ്യാൻ പറ്റുന്നത്? അല്ലാതെ ഞങ്ങൾ അന്വേഷിക്കട്ടെ, ഞങ്ങൾ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ കോൺഗ്രസ് കാണിക്കുന്ന മാതൃകാപരമായിട്ടുള്ള നടപടിയാണത്. ഇത് മറ്റു പാർട്ടികളാണ് ചെയ്യേണ്ടത്. തിരിച്ച് നിങ്ങൾ ചോദിക്കണം, അയ്യപ്പന്റെ മുഴുവൻ സ്വത്ത് കെട്ടിട്ടുള്ള മുൻ MLA ജയിലിൽ കിടക്കുമ്പോൾ ഇപ്പോൾ ന്യായീകരിക്കുന്ന പാർട്ടിയോട് പരാതികൾ വൈകാൻ കാരണം പ്രധാനമായി ഇപ്പോൾ പരാതി വന്നപ്പോൾ തന്നെ അതിജീവിത സൈബർ ഇടത്ത് പോലും അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം കടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഈ പരാതികളെല്ലാം ഈ പുറത്തേക്ക് വരാൻ തന്നെ ഒരു തടസ്സമായത്. ഒരാളിന്റെ പേരിൽ വാക്കാൽ പരാതി ഉണ്ടെന്നുള്ളൂ. ആ നടപടി സ്വീകരിച്ചു. വാക്കാൽ പരാതി എഴുതി ആരും കൊടുത്തില്ല. ഇങ്ങനെ ആരോപണം വന്നത് അപ്പം തന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം രാജിവെച്ചു. സസ്പെൻഡ് ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ എല്ലാത്തിലും നിങ്ങൾ ഉണ്ടാക്കുന്ന ഞങ്ങള് ആ കോർ കമ്മിറ്റി അദ്ദേഹമില്ല, ഇത് ഞങ്ങൾ അദ്ദേഹം ആലോചിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരിക്കലും അദ്ദേഹമായിട്ടുള്ള സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരാൾ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയും അദ്ദേഹം